ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ക്ലാസ് 86, പേജ് PDF കോപ്പിയിൽ 76. നിസ്കാരത്തിൻ്റെ ഫർളുകൾ. അൽ ഖാമിസു, അഞ്ചാമത്തേത് റുക്കൂ ചെയ്യലാണ്. അക്കല്ലുഹു, അതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് അൻയൻഹനിയ, അവൻ കുനിയലാണ്. ബിഹൈസു തനാലു റാഹത്താഹു റുക്ബതൈഹി, അവൻ്റെ രണ്ട് കൈപ്പത്തി അവൻ്റെ രണ്ട് മുട്ടിൽ, കാലിൻ്റെ മുട്ടിൽ എത്തുന്ന രീതിയിൽ കുനിയലാണ്. അതാണ് ഏറ്റവും ചുരുങ്ങിയ റുക്കൂ. ഒരാൾ നേരെ നിൽക്കുന്നു, എന്നിട്ട് കുനിയുന്നു. രണ്ട് കൈപ്പത്തി കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ നിൽക്കുന്നു. അതിനെയാണ് ചുരുങ്ങിയ റുക്കൂ എന്ന് പറയണത്. അത്രയും കുനിഞ്ഞാൽ റുക്കൂ ശരിയായി. വാക്മലുഹു, റുക്കൂവിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അയ്യത്തിയ ബിഹി, അവൻ റുക്കൂയിനെ ചെയ്യലാണ്. ബി മസ്നൂനാത്തിഹി, റുക്കൂയിൻ്റെ സുന്നത്തുകൾ ഉൾപ്പെടെ ചെയ്യലാണ്. സുന്നത്തുകൾ എങ്ങനെയൊക്കെയാണ് അത് പിന്നീട് ചർച്ച വരുന്നുണ്ട്. വയജിബു, നിർബന്ധമാണ്. അല്ല യഖ്സിദ ബിൽ ഇൻഹിനാഇ, ഈ കുനിയൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കാതിരിക്കണം, നിർബന്ധമാണ്. ഗൈറ റുക്കൂഇ, റുക്കൂ അല്ലാത്ത മറ്റൊന്നിനെയും അവൻ ഉദ്ദേശിക്കാൻ പാടില്ല. അവിടെ അടിക്കുറിപ്പിൽ കാണാം, ഫലൗ ഹവ ലി സുജൂദി തിലാവത്തി, ഒരാൾ ഖുർആൻ ഓതിയപ്പോൾ ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് വന്നു, ആ സുജൂദിന് വേണ്ടി അങ്ങോട്ട് കുനിഞ്ഞു. ഫലമ്മ ബലഗ ഹദ്ദ റുക്കൂഇ, സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കൂഇൻ്റെ ആ ഘട്ടം കഴിഞ്ഞിട്ടാണല്ലോ സുജൂദിലേക്ക് പോണേ. റുക്കൂഇൻ്റെ പരിധിയിലെത്തിയപ്പോൾ ജഅലഹു റുക്കൂഅൻ, അതിനെ അവൻ റുക്കൂ ആക്കി മാറ്റി. സുജൂദ് തിലാവത്തിൻ്റെ സുജൂദിന് വേണ്ടി പോകുകയായിരുന്നു. അപ്പോൾ റുക്കൂഇൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഏതായാലും സുജൂദിലേക്ക് പോകണ്ട, ഇത് റുക്കൂ ആയിക്കോട്ടെ എന്ന് കരുതി അതിനെ റുക്കൂ ആക്കി മാറ്റി. എങ്കിൽ ലം യക്ഫി, അത് മതിയാകുന്നതല്ല, പറ്റൂല. കാരണം അവൻ പോയിരിക്കുന്നത് റുക്കൂവിന് വേണ്ടിയല്ല, സുജൂദിന് വേണ്ടി പോയതല്ലേ. അതുകൊണ്ട് അത് ശരിയാവില്ല. റുക്കൂ തന്നെയായിരിക്കണം ഉദ്ദേശം കുനിയുമ്പോൾ. അസാദിസു, ആറാമത്തേത് അൽ എഴുത്തിദാലു, എഴുത്തിദാല് ചെയ്യലാണ്. എഴുത്തിദാൽ എന്ന് പറയുമ്പോൾ നേരെയാവുക, ചൊവ്വാവുക എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. വഹുവ, എഴുത്തിദാൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൻ യഊദ, അവൻ മടങ്ങി വരലാണ്. ലിമ, ഒരവസ്ഥയിലേക്ക്. കാനാലേഹി, ആ അവസ്ഥയിലാണ് അവൻ ഉണ്ടായിരുന്നത്. കബല റുക്കൂഇഹി, അവൻ്റെ റുക്കൂയിൻ്റെ മുമ്പ്. അപ്പോൾ റുക്കൂയിൻ്റെ മുമ്പ് അവൻ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ? നൃത്തം. അതെ, ആ നൃത്തത്തിലേക്ക് റുക്കൂ കഴിഞ്ഞ് മടങ്ങി വരല്, അതിൻ്റെ പേരാണ് എഴുത്തിദാൽ. വയജിബു, നിർബന്ധമാണ്. അല്ലാ യഖ്സിദ ബി റഫഇഹി, അവൻ ആ ഉയരൽ കൊണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല. പിന്നെ റുക്കോയിൽ നിന്ന് അവനിങ്ങനെ ഉയരുകയാണല്ലോ, ആ ഉയരുമ്പോൾ അവൻ ഉദ്ദേശിക്കാൻ പാടില്ല ഗൈറൽ എഴുത്തിദാൽ, എഴുത്തിദാലല്ലാത്ത വേറെ ഏതെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടി പൊങ്ങിയതാണ് എങ്കിൽ പറ്റൂല. റുക്കോയിൽ നിൽക്കണ ഒരാൾ എന്തോ ഒരു ഇഴജന്തു അടിയിൽക്കൂടെ അങ്ങനെ വന്നു, അപ്പോൾ പെട്ടെന്ന് ഒരൊറ്റ പൊങ്ങൽ, അതിനെ പേടിച്ചിട്ടാണ് പൊങ്ങിയത്, പറ്റൂല. അതിനെ എഴുത്തിദാൽ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും റുക്കൂയിൽ പോയിട്ട് പിന്നീട് പൊങ്ങണം, അവിടെ എഴുത്തിദാലാവുള്ളൂ. അസാബിയു, ഏഴാമത്തേത് അസ്സുജൂദു, സുജൂദ് ചെയ്യലാണ്. മറത്തൈനി, 2 പ്രാവശ്യം സുജൂദ് ചെയ്യണം. കുല്ല റക്അത്തിൻ, എല്ലാ റക്അത്തിലും 2 പ്രാവശ്യം സുജൂദ് ചെയ്യണം. വാജിബാത്തുഹു, സുജൂദിൻ്റെ വാജിബുകൾ. അല്ലാ യഖ്സിദ ബി ഹുവിയിഹി, ആ കുനിയൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കാതിരിക്കണം. ഗൈറ സുജൂദി, സുജൂദല്ലാത്ത വേറെ ഒരു കാര്യത്തെ ഉദ്ദേശിക്കാതിരിക്കണം എന്ന്. സുജൂദിലേക്ക് കുനിയുമ്പോൾ സുജൂദ് തന്നെ ആയിരിക്കണം ഉദ്ദേശം. ഫലൗ സഖത്ത, അപ്പോൾ ഒരാൾ വീണാൽ, അലാ വജിഹിഹി, അവൻ്റെ മുഖം കുത്തി വീണാൽ, ഒരാളങ്ങോട്ട് മുഖം കുത്തി വീണു എങ്കിൽ വജബൽ ഔദു ഇലൽ എഴുത്തിദാലി, അവൻ എഴുത്തിദാലിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് പിന്നീട് സുജൂദിൽ പോകണം എന്ന്. കാരണം അവൻ ഇപ്പോൾ ചെയ്തത് സുജൂദിന് വേണ്ടി പോയതല്ല, വീണു പോയതാണ്. അത് സുജൂദാക്കി മാറ്റൽ പറ്റുകയില്ല. അടുത്തത് അല്ലാ യക്കൂന, സുജൂദ് ആവാതിരിക്കണം. അല മഹ്മൂലിൻ ലഹു, ഇവൻ വഹിച്ചതായ, ഇവൻ ചുമന്നതായ ഒരു വസ്തുവിൻ്റെ മേൽ ആവാതിരിക്കണം. എങ്ങനത്തെ മഹ്മൂലാണ്, എങ്ങനത്തെ ചുമന്ന വസ്തുവാണ് ഇവൻ ചുമന്നത്?
യതഹറകു ബിഹർക്കതിഹി, അവൻ്റെ അനക്കം കൊണ്ട് ആ വസ്തു അനങ്ങും. ആ രീതിയിലുള്ള ഒരു മഹമൂലായ വസ്തുവിൻ്റെ മേലാവരുത്, അഥവാ ഇവൻ ചുമന്ന ഒരു വസ്തുവിൻ്റെ മേലാവരുത്. ഉദാഹരണം കത്വറുഫി ഇമാമത്തി, അവൻ്റെ തലപ്പാവിൻ്റെ അറ്റം പോലെ. തലപ്പാവിന് സാധാരണഗതിയിൽ ഇങ്ങനെ പുറയിലേക്കൊരു വാലിടൂലോ, ഒരറ്റം. ആ അറ്റം ഇങ്ങനെ വന്നിട്ട് ആ വാല് വന്നിട്ട് ഇങ്ങനെ സുജൂദിൻ്റെ അവിടെ സ്ഥലത്ത് കിടന്നിരുന്നു. ഇവനിങ്ങനെ കുനിഞ്ഞപ്പോൾ വാലവിടെ മുട്ടി അവിടെ കിടന്നു. എന്നിട്ട് ആ വാലിൻ്റെ മേൽ ഇവൻ നെറ്റിവെച്ചു. പറ്റുകയില്ല, ശരിയാവൂല. കാരണം ഇവൻ അനങ്ങുമ്പോൾ ഈ തലപ്പാവിൻ്റെ വാല് കിടന്ന് അനങ്ങൂലോ, ഇവൻ അനങ്ങുമ്പോൾ അനങ്ങും. അപ്പം അങ്ങനെ ഉള്ളതിൻ്റെ മേൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. മൂന്നാമതായി പറയാനുള്ള നിബന്ധന ഇർത്തിഫാഉ അജീസത്തിഹി അലാ റഅസിഹി, ഇതിന് തലയേക്കാൾ അരക്കെട്ട് പൊങ്ങി നിൽക്കണം. സുജൂദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്, നിർബന്ധമാണത്. തല താഴെയും അരക്കെട്ട് മേലെയുമായിരിക്കണം എന്ന് അടിക്കുറിപ്പിൽ കാണാം. ഹൈസുല ഉദുറ, പ്രയാസമില്ലെങ്കിൽ, ചിലർക്ക് പ്രയാസം ഉണ്ടാവും അങ്ങനെ നിൽക്കാൻ, പ്രയാസം ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല. അതിൻ്റെ ചർച്ച പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്, സുജൂദിൻ്റെ ഒരു നിബന്ധനയാണ് തങ്കീസ് ആവൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാടൻ മലയാളത്തിൽ പറയുമ്പോൾ കീക്കാൻ തൂക്കാകുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ തല താഴെ അരക്കെട്ട് മേലെ, അങ്ങനെ വേണം. വളുഉ ബഅ്ളി ജബ്ഹത്തിഹി, അവൻ്റെ നെറ്റിയുടെ അല്പഭാഗമെങ്കിലും നിലത്ത് വച്ചിരിക്കണം. എങ്ങനെ വെക്കണം? ബി കശ്ഫിൻ, തുറന്ന നിലയിൽ വെക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ മൂടി ഉണ്ടാകാൻ പാടില്ല, ആ നെറ്റിയിൽ മറ ഉണ്ടാകാൻ പാടില്ല. ഒ തഹാമുലിൻ, അതേപോലെ തന്നെ ഒരൽപ്പം ഊന്നൽ വേണം. ഈ നെറ്റി ഭൂമിയിലേക്ക് ഊന്നണം, ഭാരം തൂങ്ങണം. ആ നിലയിലുമായിരിക്കണം വെക്കേണ്ടത്. അപ്പം നെറ്റി ഓപ്പൺ ആയിരിക്കണം, മറയ്ക്കാൻ പാടില്ല. അവിടെ അടിക്കുറിപ്പിൽ കാണാം ഹൈസുല ഉദറ ഫീഹിമ, ഈ പറഞ്ഞ രണ്ട് വിഷയത്തിലും വിഷമമില്ലെങ്കിലാണ് നിർബന്ധം എന്ന് പറഞ്ഞത്. ഏത് രണ്ട് വിഷയം? ഒന്ന് കശ്ഫ്, മറ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അതേപോലെ തല ഊന്നണം എന്ന് പറഞ്ഞു താഴോട്ട്. ഇത് രണ്ടും പ്രയാസമില്ലെങ്കിലാണ്. എന്നിട്ട് പറയാം എങ്ങനെ പ്രയാസം ഉണ്ടാകണത്? ഇസാബത്തിൻ ഷക്ക ഇസാലത്തുഹ, ഒരാളുടെ നെറ്റിയിൽ ഒരു കെട്ടുണ്ട്, ആ കെട്ട് മാറ്റൽ പ്രയാസമാണ്. എന്തോ പരിക്ക് പറ്റി കെട്ടിവച്ചിരിക്കുകയാണ്, അപ്പം നെറ്റി ഓപ്പണല്ല, നെറ്റി മറഞ്ഞുപോയി, അത് പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമല്ല. ഏത്? ആ നെറ്റി ഓപ്പണാക്കി മറ മാറ്റി സുജൂദ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഔ ജുർഹിൻ ഷക്ക തഹാമുലുഹു, അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായതുപോലെ നെറ്റിത്തടത്തിൽ, ആ മുറിവ് ഉള്ളപ്പോൾ ഈ തലയെ ഊന്നൽ കൊടുക്കൽ പാടില്ല, ബുദ്ധിമുട്ടാകുകയാണ്, പ്രയാസമാണ്. തല അങ്ങനെ ഭൂമിയിലേക്ക് ഊന്നൽ പ്രയാസമാണ്, മുറിവിൻ്റെ പേരിൽ. എന്നാലും അങ്ങനെ ഊന്നേണ്ടതില്ല. അപ്പം ഇത് പ്രയാസമില്ലെങ്കിലാണ് ഈ കശ്ഫ് തഹാമുല് വേണമെന്ന് പറഞ്ഞത്. വൽ മുറാദു ബി തഹാമുലി അഞ്ജനാല മസ്ജിദഹു സിക്കലു റസിഹി, തലയുടെ ഭാരം സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. അതിനെയാണ് തഹാമുൽ എന്ന് പറയണത്. തല അങ്ങോട്ട് ഊന്നിയിരിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉദ്ദേശം തലയുടെ ഭാരം സുജൂദിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കണം, അതാണ് ആ പറഞ്ഞത്. പിന്നെ ബാക്കി പറയാനുള്ളത് നെറ്റിയുടെ അല്പഭാഗം താഴെ വച്ചിരിക്കണം. റുക്ബത്തൈഹി, അതേപോലെ തന്നെ അവൻ്റെ രണ്ട് മുട്ടുകാല് കാൽമുട്ട്, അതിൻ്റെയും അല്പഭാഗം, ചുരുങ്ങിയത് രണ്ട് മുട്ടുകാലിൻ്റെ അല്പമെങ്കിലും താഴെ വച്ചിരിക്കണം നിലത്ത്, ഭൂമിയിൽ. വ ബത്നി കഫൈഹി, അതേപോലെ തന്നെ അവൻ്റെ രണ്ട് കൈപ്പത്തിയില്ലേ, ആ കൈപ്പത്തിയുടെ ഉൾഭാഗം, ആ ഉൾഭാഗത്തിൻ്റെ അല്പം, കൈപ്പത്തിയുടെ രണ്ട് മുൻകൈയിൻ്റെ ഉൾഭാഗം, അതിൻ്റെ അല്പം, ബത്നിൻ്റെ അല്പഭാഗം നിലത്ത് വച്ചിരിക്കണം. വ അസാബിഇ കദമൈഹി, അവൻ്റെ രണ്ട് കാൽപാദം, ആ കാൽപാദങ്ങളുടെ വിരലുകളുടെ ഉൾഭാഗത്തിൻ്റെ അല്പമെങ്കിലും ഭൂമിയിൽ വച്ചിരിക്കണം.
കാൽപാദങ്ങളുടെ വിരലുകളുടെ ഉൾഭാഗം, ആ ഉൾഭാഗത്തിൻ്റെ അല്പമെങ്കിലും നിലത്ത് വച്ചിരിക്കണം. 7 അവയവങ്ങൾ സുജൂദിൽ വെക്കണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 7-ൽ 1 നെറ്റിയാണ്, 2 മുട്ടുകാല്, അപ്പോൾ 3, 2 കൈപ്പത്തിയുടെ ഉൾഭാഗം, അപ്പം 5, പിന്നെ കാൽവിരലുകളുടെ ഉൾഭാഗം, അപ്പം 7. അതാണ് ആ 7 അവയവം എന്ന് പറയുന്നത്. അസാമിനു 8-ാമത്തേത് അൽ ജുലൂസു ബൈന സജദത്തൈനി, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമാണ്. യജിബു ഫീഹി, അതിൽ നിർബന്ധമാണ്. അല്ലാ യഖ്സിദ ബി റഫ്ഇഹി, അവൻ്റെ ഉയരൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കരുത്. ഗൈറഹു, ഈ ഇടയിലെ ഇരുത്തമല്ലാത്ത വേറൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കണത് ആ സുജൂദിന്ന് പൊങ്ങുമ്പോൾ അത് അതിനായിട്ട് തന്നെ പൊങ്ങണം, ഇടയിലെ ഇരുത്തത്തിന് വേണ്ടി പൊങ്ങണം. ഫലൗ റഫഅ, അപ്പോൾ ഒരാൾ ഉയർന്നാൽ, ഫസഅൻ അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചുകൊണ്ട് ഒരാൾ ഉയർന്നാൽ, ലം യക്ഫി, മതിയാവില്ല. ഇവനിങ്ങനെ സുജൂദി കിടക്കുമ്പോൾ ഇവൻ്റെ മുഖത്തിൻ്റെ നേരെ എന്തോ ഒരു ജന്തു, എന്തോ ഒരു വസ്തു ഇങ്ങോട്ട് വന്നു. അപ്പം ഇവൻ പേടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി. ആ വസ്തു ഉപദ്രവിച്ചാലോ എന്ന് കരുതി പേടിച്ചു. അപ്പം ആ പൊങ്ങൽ അവൻ ഏതായാലും എന്ത് ചെയ്തു, ഇടയിലെ ഇരുത്തമാക്കി മാറ്റി. പറ്റൂല. അത്താസിയു 9-ാമത്തേത് അത്തുമാനീനത്തു, അടങ്ങി താമസിക്കണമെന്നതാണ്, അനക്കമടങ്ങണമെന്നതാണ്. ബിഹൈസു തസ്തഖിറു അഅ്ലാഉഹു, അതെങ്ങനെയാണ് ഈ അടങ്ങി താമസിക്കണം, അനക്കമടങ്ങണം എന്ന് പറഞ്ഞത്? അവൻ്റെ അവയവങ്ങൾ സ്ഥിരമാകണം, നിശ്ചലമാകണം. എവിടെയൊക്കെയാ? ഫീ കുല്ലിൻ മിന റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ. റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ആ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എന്നിത്യാദി പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളാണല്ലോ സ്വാഭാവികമായി ചെറുത്. അത്തഹിയാത്തിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കും, നിൽക്കുമ്പോൾ കുറച്ച് നേരം നിൽക്കും. റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇതൊക്കെ പൊതുവെ ആപേക്ഷികമായി ചെറിയ കാര്യങ്ങളാണ്. നമുക്കറിയാലോ, നൃത്തത്തെയും അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തെയൊക്കെ അപേക്ഷിച്ച് ഇത് ചെറുതാണല്ലോ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അനക്കമടങ്ങണം. അനക്കമടങ്ങണം. അടിക്കുറിപ്പ് പോയി നോക്കിയാൽ കാണാം. അനിൽ ഹർക്കത്തൈൻ, ഹർക്കത്തി മാ കബല വ ഹർക്കത്തി മാ ബഅദ. ഈ ഓരോ പ്രവർത്തനത്തിൻ്റെ മുമ്പുള്ള പ്രവൃത്തി ഏതാണോ, അതിൻ്റെ ശേഷമുള്ളത് ഏതാണോ, ആ 2 ചലനത്തെയും വിട്ട് ഈ പ്രവർത്തനത്തിൽ ഇവൻ നിശ്ചലനാകണം. ഒരാളിപ്പോൾ റുക്കൂ ആണ് ഒരു പ്രവൃത്തി, അതിനുശേഷം ഇഅ്തിദാല്, അതിനുശേഷം സുജൂദ്. അപ്പോൾ ഈ റുക്കൂവിൻ്റെ ചലനം, ആ ചലനം കഴിഞ്ഞിട്ട് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ ആ റുക്കൂവിൻ്റെ ചലനം തന്നെ ഇഅ്തിദാലിൽ അടങ്ങിയില്ല. അതിനു മുമ്പ് ആ അടങ്ങാതെ സുജൂദിലേക്ക് അങ്ങോട്ട് പോയി. റുക്കൂയിൽ നിന്ന് വന്നിട്ട് ആ വരുമ്പോൾ ഉള്ളൊരു അനക്കം ഉണ്ടല്ലോ, ആ അനക്കം നിശ്ചലമായില്ല, നിശ്ചലമാവാതെ സുജൂദിലേക്ക് അങ്ങോട്ട് പോയി. അവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇഅ്തിദാലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇഅ്തിദാലിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. റുക്കൂയിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി ഇഅ്തിദാലിൽ നിന്നു സൈലൻ്റ് ആവണം, ശരീരം മൊത്തം നിശ്ചലാകണം, എന്നിട്ട് സുജൂദിൽ പോകണം. അപ്പം സുജൂദിൻ്റെക്കുള്ള ചലനം അത് മറ്റൊന്ന്, മുമ്പുള്ള റുക്കൂവിൻ്റെ ചലനം അത് മറ്റൊന്ന്. അത് 2-ൽ നിന്നും വേറിട്ട് നടുവിൽ ഈ പ്രവർത്തനം ഒരു വേറിട്ട പ്രവർത്തനമായി നിൽക്കണം, അവിടെ നിശ്ചലമാവണം. ഇഅ്തിദാല് പ്രത്യേകം പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇഅ്തിദാല് പ്രത്യേകം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ സാധ്യത കൂടുതലാണ് അവിടെ. ഈ പറയപ്പെടുന്ന അനക്കമടങ്ങൽ ഇല്ലാതാകുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരിൽ നിന്ന്, പല ആളുകളിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.